ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസ് ഇന്ന് മുതൽ ചെന്നൈയിൽ എത്തിത്തുടങ്ങും. രേണുസുതി എവിടെ, രേണുസുതി എവിടെ? എല്ലാവരും ചോദിക്കുന്നത് രേണുസുതി ഉണ്ടോ? ഇപ്പൊ കുറെ കേസൊക്കെ വരുന്നുണ്ടല്ലോ, കൺഫേംഡ് ആണോ? അതുപോലെ തന്നെ രേഖ രതീഷും ഉണ്ടോ? പിന്നെ സ്റ്റാർ സിംഗർ സീസൺ 10 ലാലേട്ടൻ വന്നത് എന്തിനാണ്? ആ സംഭവം ഇപ്പോൾ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഈ രേണുസുതിയുടെ കാര്യം, കണ്ടസ്റ്റൻസ് ചെന്നൈയിൽ എത്തുന്ന കാര്യം ഒക്കെ പറയാം. ഇനി ബിഗ് ബോസ് തുടങ്ങാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 7-8 ദിവസങ്ങൾ മാത്രം അല്ലേ? അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ പറയാനുള്ളത്, കണ്ടസ്റ്റൻസ് എല്ലാവരും ഇന്ന് മുതൽ ചെന്നൈയിൽ എത്തി തുടങ്ങുമെന്നാണ് അറിയാൻ പറ്റിയത്. കാരണം കണ്ടസ്റ്റൻസിനെ എല്ലാം തന്നെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ജൂലൈ ലാസ്റ്റ് വീക്കോട് കൂടി നിങ്ങൾ എല്ലാവരും വേറെ പ്രോജക്റ്റ് ഒന്നും എടുക്കാൻ പാടില്ല, അങ്ങോട്ട് വരാൻ തയ്യാറായി ഇരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ എന്തായാലും കണ്ടസ്റ്റൻസ് ചെന്നൈയിൽ എത്തി തുടങ്ങും. 27, 28, 29, 30, 31 പോലും എത്തുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ 5 ദിവസമായിട്ടാണ് എത്തുന്ന. വിവിധ ഫ്ലൈറ്റുകളിലായിരിക്കും എത്തുക. കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രത്ത് നിന്നും ഒക്കെ ഉള്ളവർ ആണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രത്ത് നിന്നായിരിക്കും കൂടുതൽ, കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന്, പിന്നെ കാലിക്കറ്റിൽ നിന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ഇന്ന് പെർഫോമൻസുകളും അതുപോലെ തന്നെ അത്യാവശ്യം ഡാൻസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ആദ്യം പോകുന്നത്. കാരണം അവർക്ക് കുറച്ച് പെർഫോമൻസും റിഹേഴ്സലും ഒക്കെ കാണുമല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ആണോ എന്നൊക്കെ നോക്കണം. ഇത്തവണ ബിഗ് ബോസ് തന്നെ ആയിരിക്കൂല എന്ന് തോന്നുന്നു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വരെയും ബിഗ് ബോസ് തന്നെ ഇവർക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഇവർക്ക് കൊളാബുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടത്തില്ലേ, നല്ലതൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്തു തരാം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കണ്ടസ്റ്റൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഡ്രസ്സ് കൊടുക്കുക. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെയും നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം എന്ന് ചോദിക്കും, അതിൽ ഒരെണ്ണം ഡിസൈൻ ചെയ്ത് ഇവരങ്ങ് കൊടുക്കും. ഇത്തവണ അങ്ങനെയല്ല, ഇവർക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാനുള്ള അവസരം കൂടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അത് അവർക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു കാര്യമാണ്. ഇനി അടുത്ത് രേണുസുതിയുടെ കേസാണ്. രേണുസുതി ഉണ്ടോ ഇല്ലേ? ആക്ച്വലി ഞാൻ അറിഞ്ഞത് രേണുസുതി ഉണ്ടെന്ന് തന്നെയാണ്. ബിഗ് ബോസ് രേണുസുതിക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. അത് ഈ പറഞ്ഞതുപോലെ രേണുസുതിയുടെ ഒരു സെറ്റിൽ വെച്ചിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. പുഷ്പന്റെ കല്യാണം സീസൺ 2 അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ് രേണുസുതിക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത്. മറ്റൊരു പ്രൊജക്റ്റ് ഒന്നും എടുക്കാൻ പാടില്ല, അതിനുശേഷം ഇനി വേറെ വർക്കൊന്നും ചെയ്യാൻ പാടില്ല, പുതുതായിട്ടൊരു വർക്കും എടുക്കരുതെന്നാണ് കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞൊരു വിവരം അങ്ങനെയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ വീട് ചോർച്ചയും അതിനെ തുടർന്നുള്ള കോൺട്രവേഴ്സീസും മാനനഷ്ടത്തിന് കേസും എന്തോ 1 കോടി രൂപയുടെ എന്തൊക്കെയോ വന്നത്. അതിനുശേഷം എന്തായി എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇതൊന്നും അവരെടുത്ത് നമ്മൾ കുത്തി ചോദിച്ച് രേണുസുതി പറ നീ ഉണ്ടാ അങ്ങനെ ചോദിക്കുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പൊ അതിനുശേഷം എന്തായി എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ബൈ ബിഗ് ബോസ് ഷീ ഈസ് കൺഫേംഡ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി അടുത്തത് സ്റ്റാർ സിംഗർ സീസൺ 10 എന്താണ് നടന്നതെന്നാണ്. എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ കണ്ടു. വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രൊമോയിൽ കാണിച്ച പോലെ ഉഷ ഉതുപ്പ് എമ്പുരാനെ പാട്ട് പാടുന്നു, ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ പിന്നെ അവിടെ നമ്മുടെ സത്യനന്ദിക്കാട് ഉണ്ട്, ഹൃദയപൂർവ്വം മൂവിയുടെ ഒരു ട്രെയിലർ ലോഞ്ച്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിന്റെ ലോഞ്ച് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ട്രെയിലർ, നമ്മുടെ ബിഗ് ബോസിന്റെ ട്രാഗ് ലൈൻ 7ന്റെ പണി കാണിച്ചുകൊണ്ടുള്ള പ്രൊമോ ഒന്നും കൂടി ലോഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ആങ്കർ മിഥുൻ ചോദിക്കുന്നുണ്ട്, എന്താ ലാലേട്ടാ ഇത് ഇത്തവണ എല്ലാരെയും 6 സീസണുകളിലും ചെയ്തു വെച്ചിരുന്നതിന് ട്രോളി സെൽഫ് ട്രോളും ചെയ്ത് കമ്മിറ്റ് ചെയ്യാൻ കിഷൻ സാറും ഉണ്ട്, ഏഷ്യന്റെ ഹെഡ് കിഷൻ സാറുണ്ട്, ഇവരെ കമ്മിറ്റ് ചെയ്യാൻ ട്രോളി എന്താണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കിഷൻ സാർ പറയണത്, ഇത്തവണ നമ്മൾ ഒന്നും പറയണില്ല, നമ്മൾ ചെയ്ത് കാണിക്കും. ബിഗ് ബോസ് എന്താണെന്ന് ഇത്തവണ നമ്മൾ ചെയ്ത് കാണിക്കുക, എന്നിട്ടേ നമ്മൾ ബാക്കി പറയുള്ളൂ, അതാണ് 7ന്റെ പണി എന്ന് പറയുന്നത്. അതിൽ എന്തായാലും എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. കാരണം നമ്മൾ ഒന്നും പറയുന്നില്ല, നമ്മൾ ചെയ്ത് കാണിക്കുമെന്ന് ഏഷ്യാനെറ്റിന്റെ ഹെഡാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, എന്തായാലും ചെയ്ത് കാണിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഈ പറയുന്ന പോലെ അടുത്ത ആഴ്ച ബിഗ് ബോസിന് കൊടുക്കുവാണ്. 100 ദിവസം കഴിഞ്ഞ് സ്റ്റാർ സിംഗർ വീണ്ടും തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, കേക്ക് കട്ട് ചെയ്ത് അവർ മൺസൂൺ ഫെസ്റ്റിവൽ നമ്മളെ പറഞ്ഞതുപോലെ ബ്രേക്ക് 100 ദിവസത്തേക്ക് ബ്രേക്കാണ്, അതും എടുത്ത് പോവാണ്. ഇതാണ് സംഭവം. നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അക്ബർ ഖാനും ഇതെല്ലാം കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ ലോഗോ ലോഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾ അക്ബർ ഖാന്റെ ഫേസ് ഒന്ന് നോക്കണം. കാരണം അക്ബർ ഖാൻ ഓൾറെഡി ബിഗ് ബോസിലേക്ക് സെലക്ടഡ് ആണ്. അക്ബർ ഖാന്റെ ഫേസ് അയ്യോ എന്നുള്ള ഒരു ഫീലാണ്. കാരണം 7ന്റെ പണി മൊത്തം ആ സ്റ്റേജിലുള്ള ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്രയാണ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വേറെ ഒരു കോണ്ടന്റ് ആക്കിയിട്ട് വരാം.
അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ പരിപാടി. ഇപ്പോൾ ഇന്ന് മുതൽ കണ്ടസ്റ്റൻസ് ഓരോരുത്തർ വീതം എത്തി തുടങ്ങും. പെർഫോമൻസും ഡാൻസും റിഹേഴ്സലൊക്കെ ഉള്ളവർ നേരത്തെ എത്തും. ഇല്ല വേറെ പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ അവസാനമായിരിക്കും എത്തുക. നമ്മുടെ കോമണേഴ്സ് ഒക്കെ 31-ാം തീയതി തന്നെ ആയിരിക്കും മിക്കവാറും എത്തുന്നത്. കാരണം അവർക്ക് എന്തായാലും സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ കാണാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അവരെന്തെങ്കിലും സെറ്റ് ആകും. കൺഫർമേഷനൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കൊടുത്തിട്ടേ ഉണ്ടാവത്തുള്ളൂ മിക്കവാറും കോമണേഴ്സിനൊക്കെ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൺഫേംഡ് ആയിട്ടുണ്ട്. 10-18ഓളം പേരുടെ കാര്യമെല്ലാം കൺഫേം ആയിട്ടുണ്ട്. ഇനി രേഖ രതീഷിന്റെ കേസ് ഈ പറഞ്ഞ പോലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനില്ല, ബിഗ് ബോസിലേക്ക് ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രേഖ രതീഷ് കൺഫേംഡ് ആണെന്നാണ് ഞാൻ അറിയുന്നത്. നമുക്ക് നോക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്തും ഏത് നിമിഷം എപ്പോഴും സംഭവിക്കാം. അപ്പം അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് എനിക്ക് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. എൻ്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അത് ഇതിനകത്ത് പറയാത്ത എൻ്റെ ഈ ബിഗ് ബോസിന്റെ വീഡിയോ സംസാരിക്കാൻ വരുമ്പോൾ സംസാരിക്കുന്ന ലെവലല്ല ഇന്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ഇന്ത്യൻ സിനിമ ഗാലറിയുടെയും മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെയും. ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്, അത് വരുമ്പോൾ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ഫസ്റ്റ് ക്വിക്ക് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ കൗണ്ട് ഡൗൺ പ്രൊമോസ് ഒക്കെ വരാനുള്ള സമയമായില്ലേ? ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കൗണ്ട് ഡൗൺ പ്രൊമോസ് ഒക്കെ വരുമായിരിക്കും, കാരണം സീസൺ 7 അല്ലേ. അപ്പം ലാസ്റ്റ് വീക്കാണ്, അടുത്ത ഞായറാഴ്ച സമയമാകുമ്പോൾ തകൃതി പൂര മേളമായിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ ഇനി ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ 7 ദിവസം മാത്രം. കഴിഞ്ഞ വർഷം 6 ദിവസത്തിൻ്റെ ഇതൊക്കെ ഇട്ടിരുന്നു അല്ലേ. സീസൺ 5 6 ദിവസത്തിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സീസൺ 6 6 ദിവസത്തെ കൗണ്ട് ഡൗൺ ഇട്ടോ ഒന്നും അറിയില്ല, ഓർമ്മയില്ല, എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. എന്തായാലും നാളെ മുതൽ നമുക്ക് കൗണ്ട് ഡൗൺ പ്രതീക്ഷിക്കാം. ഇന്ന് വന്നില്ല, എന്തായാലും നാളെ മുതൽ കൗണ്ട് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റന്നാൾ മുതൽ എന്തായാലും കാണും, അത് ഉറപ്പാണ്. അപ്പോൾ കൗണ്ട് ഡൗണിനകത്ത് ഓരോരോ കണ്ടസ്റ്റൻസിനെയൊക്കെ റിവീൽ ചെയ്യും, അവരുടെയൊക്കെ ഫേസ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ വരുമെന്നൊക്കെ അറിയാം. നമുക്ക് തിരക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.